പാകിസ്ഥാനിലെ കുട്ടികളാകട്ടെ അള്ളാഹുവാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സയൻസ് പാഠപുസ്തകം പഠിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ കുട്ടികളും പഠിക്കുന്ന കാലം വിദൂരമല്ല. കാരണം അതിൻ്റെ തുടക്കമെന്നോണമാണ് സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകൾ അവർ വെള്ളമൊഴിച്ച് നട്ടു വളർത്തുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതായത് നാളെ ഈ 6-ാം നൂറ്റാണ്ടുകളിൽ ക്ലാസ്സിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മറ വേണം, എല്ലാ വെള്ളിയാഴ്ചയും അവധിയാക്കണം, എല്ലാവർക്കും മതപഠനം നിർബന്ധമാക്കണം, പെൺകുട്ടികളെല്ലാവരും പർദ്ദയിട്ട് വേണം സ്കൂളിൽ വരാൻ എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ സർക്കാർ എന്തു ചെയ്യും? അതിനും വഴങ്ങുമോ? സമസ്ത പോലുള്ള മതസംഘടനകളാണോ ഇവിടെ കേരളം ഭരിക്കുന്നത്? മതഭ്രാന്തന്മാരെ ഭയന്നുകൊണ്ട് നിയമപരമായ ഒരു തീരുമാനവും എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലേ എന്നത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബിന്റെ ചോദ്യം. അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത്തരമൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമസ്ത നേതാവ് സൂംബ ഡാൻസിനെതിരെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടത്തുന്ന സൂംബ ഡാൻസിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു പോസ്റ്റിലൂടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നതും. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പാകിസ്ഥാനിലെ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സയൻസ് പുസ്തകം തുടങ്ങുന്നത് തന്നെ അള്ളാഹു ആണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ്. കേരളത്തിലെ സ്കൂൾ കുട്ടികളും ഭാവിയിൽ പാകിസ്ഥാനിലെ കുട്ടികൾ പഠിക്കുന്ന സയൻസ് തന്നെ പഠിക്കാൻ തുടങ്ങിയാൽ അത്ഭുതമില്ല. കേരളത്തിൽ സ്കൂൾ സമയം മാറ്റുന്ന കാര്യത്തിലാകട്ടെ, സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിന്റെ കാര്യത്തിലും സിലബസിലും എല്ലാത്തിലും അവസാന വാക്ക് വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ അല്ലാതായിട്ട് നാളുകൾ കുറേയായി. സർക്കാർ മത തീവ്രവാദികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ചു നാളുകളായി കാണുന്നത്. കുട്ടികളിലെ സമ്മർദ്ദം ഒഴിവാക്കാൻ സൂംബ ഡാൻസ് ഗുണം ചെയ്യുമെന്ന് കണ്ട് സ്കൂളുകളിൽ അത് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്ത വാർത്ത വന്നതോടുകൂടി 6-ാം നൂറ്റാണ്ടിലെ മത തീവ്രവാദികൾ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് കായിക വിനോദത്തിൽ ഏർപ്പെടണം എന്നതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മതഭ്രാന്തന്മാർ തീരുമാനിക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. അറേബ്യൻ നാടുകളിൽ വരെ അതിരാവിലെ സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങും. കേന്ദ്രീയ വിദ്യാലയത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിൽ സ്കൂൾ ടൈം നേരത്തെയാക്കാൻ സമ്മതിക്കാത്തത്. മതഭ്രാന്തന്മാരെ ഭയന്ന് സ്കൂൾ ടൈം നേരത്തെയാക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ വെള്ളം ചേർത്തു. ഇത് തന്നെയാണ് യൂണിഫോം വിഷയത്തിലും സംഭവിച്ചത്. മതഭ്രാന്തന്മാരെ ഭയന്ന് നിരപരാധിയായ ഒരു തീരുമാനവും എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. സമസ്ത പോലുള്ള മതസംഘടനകളാണോ കേരളം ഭരിക്കുന്നത്? നാളെ ഈ 6-ാം നൂറ്റാണ്ടുകളിൽ ക്ലാസ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മറ വേണം, എല്ലാ വെള്ളിയാഴ്ചയും അവധിയാകണം, എല്ലാവർക്കും മതപഠനം നിർബന്ധമാക്കണം, പെൺകുട്ടികൾ എല്ലാവരും പർദ്ദയിട്ട് വേണം സ്കൂളിൽ വരാൻ എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ സർക്കാർ എന്ത് ചെയ്യും? അതിനും വഴങ്ങുമോ? നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് കുറേ എണ്ണം മൂവാറ്റുപുഴയിലെ ഒരു സ്കൂളിൽ കാട്ടിക്കൂട്ടിയതിലൊന്നും കേരളം മറന്നിട്ടില്ല. ഇതിലേറ്റവും ഞെട്ടിപ്പിക്കുന്നത് മത തീവ്രവാദികൾക്ക് ലഭിക്കുന്ന മാധ്യമ പിന്തുണയും ഇവിടുത്തെ സ്വയം പ്രഖ്യാപിത നവോത്ഥാന പുരോഗമന ബുദ്ധിജീവികളുടെ മൗനമാണ്. ഈന്തപ്പഴത്തിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും ഗുണം. വളരെ സംഘടിതമായി മത തീരുമാനങ്ങൾ കേരളത്തിൽ എല്ലാ മേഖലകളിലും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുകയാണ്. സർക്കാർ ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച മത തീവ്രവാദികളെ കയറൂരി വിട്ടു. ഇനിയിപ്പോൾ അവർ പറയുന്നതിന് അപ്പുറമൊന്നും ചെയ്യാൻ സർക്കാരിന് കഴിയില്ല. വലിയ ഡയലോഗുകളൊക്കെ അടിക്കുമെങ്കിലും സ്കൂൾ ടൈം നേരത്തെയാക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ വെള്ളം ചേർത്തതുപോലെ, യൂണിഫോം വിഷയത്തിൽ മലക്കം മറിഞ്ഞതുപോലെ ഈ വിഷയത്തിലും അവസാനം വിജയം മത തീവ്രവാദികൾക്ക് തന്നെയായിരിക്കും. ഇക്കണക്കിന് പോയാൽ കേരളത്തിലെ സ്കൂൾ കുട്ടികളും ഭാവിയിൽ പാകിസ്ഥാനിലെ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സയൻസ് തന്നെ പഠിച്ചു തുടങ്ങും എന്നതിൽ സംശയമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.